ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആര്യയാണെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ട് റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിജയ് ശങ്കർ വരുന്നത്. വിജയ് ശങ്കർ ആണെങ്കിൽ ആര്യയോട് സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആര്യ വിജയ് ശങ്കറിനോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. എങ്കിലും വിജയ് ശങ്കർ ആര്യയോട് പറയുന്നുണ്ട്, മോൾ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്തത്? അച്ഛനൊരു വഴക്കു പറയുമ്പോഴേക്കും നീ ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ പാടുമോ എന്ന് ചോദിക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട്, അച്ഛൻ എന്നെ ചിന്നുവിന്റെ മുന്നിൽ വെച്ച് തല്ലിയില്ലേ, ചിന്നു ജയിച്ചു, ഞാൻ തോറ്റു എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് ചന്ദ്രയും വരുന്നുണ്ട്. വിജയ് ശങ്കർ എന്നിട്ട് ആര്യോട് പറയുന്നുണ്ട്, നീയല്ല തോറ്റത്, ചിന്നുവാണ്. അവളുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്നെ തല്ലിയപ്പോ ചിന്നു അല്ലേ തോറ്റത്? നിന്റെ ഉദ്ദേശം എന്താണെന്ന് നീ എന്താണ് ഇനിയും മനസ്സിലാക്കാത്തത്? ചന്ദ്രേ, നിനക്കെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ഇവൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? എന്നിങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോ ആര്യ സങ്കടത്തോടെ പറയുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കിതൊന്നും ഉൾക്കൊള്ളാനായി കഴിയില്ലെന്ന് പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, നിങ്ങളെ രണ്ടുപേരോടായിട്ട് ഞാൻ വീണ്ടും പറയാണ്, എനിക്ക് ചിന്നുവിനോട് ആത്മാർത്ഥമായി ഒരു സ്നേഹവുമില്ല. ഞാൻ അവളെ എന്റെ മകളായിട്ട് കണ്ടിട്ടില്ല. അമ്പാട്ടിലെ അർച്ചനയുടെ മകൾ, അതാണ് എനിക്ക് എന്റെ മനസ്സിൽ അവളുടെ സ്ഥാനം. അച്ഛൻ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മോൾ ഒരിക്കലും എന്നോട് ചോദിച്ചതല്ലേ? അച്ഛൻ ഇതെല്ലാം ചെയ്യുന്നത് നിനക്കും നിന്റെ അമ്മയ്ക്കും വേണ്ടിയാണ്, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. അർച്ചന തകർന്നു വീഴാതിരുന്നാൽ ആർക്കാണ് ദോഷം? അർച്ചന തകരാതിരുന്നാൽ നിന്റെ അമ്മയ്ക്കാണ് ദുഃഖം. ചിന്നു നല്ലൊരു പൊസിഷനിലേക്ക് പോയാൽ നിനക്കത് എങ്ങനെ സന്തോഷിക്കാനാവും മോളെ? അതുകൊണ്ട് അർച്ചനയെ തകർക്കേണ്ടതും ചിന്നുവിനെ തളർത്തേണ്ടതും നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങളുടെ ആ ആവശ്യമാണ് ഞാൻ നിറവേറ്റുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ കണ്ട നാടകങ്ങളെല്ലാം കളിക്കുന്നത്. ഈ ഉദ്ദേശങ്ങളെല്ലാം നടപ്പിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാവും. ചിന്നുവിന്റെ പേരിൽ ഒരിക്കലും അച്ഛനെ നീ വെറുക്കരുത്. എന്റെ പൊന്നുമോളില്ലാതെ അച്ഛൻ ഈ ലോകത്ത് എന്ത് സന്തോഷമാണ് ഉള്ളതെന്ന് വിജയ് ശങ്കർ പറയുമ്പോൾ ആര്യയാണെങ്കിൽ സങ്കടപ്പെട്ടുകൊണ്ട് വിജയ് ശങ്കറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാണ്. വിജയ് ശങ്കർ അപ്പോൾ ആര്യയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നീയാണ് മോളെ അച്ഛന്റെ എല്ലാം, നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അച്ഛന് വേറെ ആരും. മേലാൽ മോള് ഇങ്ങനെയൊന്നും ചെയ്യരുതട്ടോ എന്ന് വിജയ് ശങ്കർ അങ്ങനെ ആര്യയോട് പറയുമ്പോൾ ആര്യ ഇല്ല എന്ന് പറയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ അത് കണ്ട് ആകെ സന്തോഷാവുന്നുണ്ട്. അതിനുശേഷം മുകുന്ദനാണെങ്കിൽ രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഉമ്മറത്തേക്ക് രമ്യയും ചിന്നുവും മഞ്ജുവും കൂടി വരുന്നത്. രമ്യ മുകുന്ദനുള്ള കോഫി കൊടുക്കുന്നുണ്ട്. ചിന്നു അപ്പം മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, മുകുന്ദൻ മാമ നമുക്ക് കുഞ്ഞമ്മാവിനെ കാണാൻ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, പോവാം മോളെ. അങ്ങനെ പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, അക്കാര്യത്തെ കുറിച്ച് ഞാനും പറയാനിരിക്കുകയായിരുന്നു, എപ്പോഴാണ് പോകുന്നത്? മുകുന്ദ കാര്യം ഇന്നലെ അനന്തേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ആ അനന്തേട്ടൻ എന്നോടും പറഞ്ഞിരുന്നു അച്ചുവിനെ കാണാൻ പോകുന്ന കാര്യം. അങ്ങനെ മുകുന്ദൻ പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചനയും എത്തുന്നുണ്ട്. രമ്യ അപ്പ പറയുന്നുണ്ട്, എല്ലാവരും കൂടി അച്ചുവിനെ കാണാൻ പോകണമെന്നാണ് എന്റെയും ആഗ്രഹം. പക്ഷേ അച്ചു മുകുന്ദേട്ടനെ കണ്ടാൽ അത് അവന് ഇഷ്ടാവോ, അവൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നൊക്കെ രമ്യ അങ്ങനെ ചോദിക്കുകയാണ്. മുകുന്ദനാണെങ്കിൽ അത് കേട്ട് ആകെ സങ്കടാവുന്നുണ്ട്. മഞ്ജു അപ്പ പറയുന്നുണ്ട്, ഞാനും ഇതേക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് അച്ചുവിന്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറിയിട്ട് മുകുന്ദൻ കണ്ടാൽ മതി എന്നാണ്. എന്തായാലും ഇപ്പൊ തന്നെ അച്ചുവിനെ കാണാൻ പോവണ്ട എന്ന് മഞ്ജു അങ്ങനെ മുകുന്ദനോട് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് അർച്ചന പറയുന്നുണ്ട്, തെറ്റിദ്ധാരണയുടെ പേരില് ഇങ്ങനെ മാറി നിൽക്കേണ്ടവരാണോ സഹോദരങ്ങള്? എന്റെ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണമെന്നല്ലോ, അതിനുവേണ്ടിയാണ് അച്ചുവിനെ കാണാൻ പോകുന്നത്. കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. അച്ചുവിനെ എന്തായാലും ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയി കാണണം. അവൻ നമ്മളെ നേരിട്ട് കാണുന്നതോടെ അവന്റെ തെറ്റിദ്ധാരണകളെല്ലാം മാഞ്ഞു പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാത്രമല്ല അവൻ ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് കൊടുത്തയക്കാനും കഴിഞ്ഞില്ലല്ലോ, എല്ലാം നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുകൊടുക്കാമെന്ന് പറയുകയാണ് അർച്ചന. രമ്യപ്പ പറയുന്നുണ്ട്, അവന് കോണ്ടാക്ട് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിക്ക് നമ്മൾ നേരിട്ട് അങ്ങോട്ട് പോയി കാണുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ രമ്യ പറയുമ്പോൾ മഞ്ജു ആണെങ്കിൽ ടെൻഷനോടെ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവരെല്ലാവരും കൂടി അച്ചുവിനെ പോയി കണ്ടാൽ എന്റെ കാര്യം കുഴപ്പത്തിലാവുമല്ലോ എന്നങ്ങനെ ചിന്തിക്കുകയാണ്. എന്നാണെങ്കിൽ മഞ്ജുവിന്റെ പരിങ്ങല് കണ്ട് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്താണ് ആലോചിക്കുന്നത്? ഏട്ടത്തിയും അച്ചുവിനെ കാണാനായി വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു വെപ്രാളപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഏയ് ഞാൻ വരുന്നില്ല. എല്ലാവരും കൂടി ചെന്നാൽ അവിടെ കേട്ടിയില്ലെങ്കിലോ അല്ല ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല മഞ്ജു, വരാൻ ആഗ്രഹമുള്ളവർക്ക് വരാം, അവിടെ അവന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ, ഫിസിക്കൽ ട്രെയിനിങ് അല്ലേ, ശരീരവും മനസ്സും തളർന്നു പോവും, സമയത്ത് ആഹാരം പോലും കഴിക്കുന്നുണ്ടോ എന്നറിയില്ല, നമുക്കറിയാവുന്നതല്ലേ അവൻ ഇഷ്ടപ്പെടാത്തതൊന്നും കഴിക്കില്ല, ഇടയ്ക്കിടെ വാശി കാണിക്കും, വീട്ടിലെ വാശി അവിടെ ആരും ശ്രദ്ധിക്കില്ലല്ലോ, ഇതെല്ലാം അവന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് വിടണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിന് പറ്റിയില്ലല്ലോ, അതുകൊണ്ട് നമ്മളെ കാണുമ്പോൾ അവൻ എന്തായാലും സന്തോഷമാവും. അങ്ങനെ അർച്ചന പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, ട്രെയിനിങ് ക്യാമ്പില് ചെറിയൊരു കാര്യത്തിന് പോലും പനിഷ്മെന്റ് കിട്ടും, അവനാണെങ്കിൽ വേദനയൊന്നും സഹിക്കില്ല, ചെറുപ്പത്തിൽ അവനെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്, ഇതുപോലെ സൈക്കിളിൽ നിന്ന് വീണ് കൈ മുറിഞ്ഞപ്പോ അവൻ ആകെ കരച്ചിലായിരുന്നു, സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് വാക്കു കൊടുത്തപ്പോഴാണ് അവൻ കരച്ചിൽ നിർത്തിയത്, എന്നെ കാണാൻ എനിക്കും കൊതിയാവുന്നു ചേച്ചി, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവനെ കാണാൻ പോവാമെന്ന് മുകുന്ദൻ അങ്ങനെ പറയുമ്പോ പിന്നെ ചോദിക്കുന്നുണ്ട്, എപ്പോഴാമ്മേ കുഞ്ഞമ്മാവനെ കാണാൻ പോകുന്നത്? എന്നാ പിന്നെ നാളെ തന്നെ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു വെപ്രാളപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നാളെ തന്നെയോ? പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് ശരിയാണോ? അവനത് ഇഷ്ടാവോ? അവന്റെ ഇഷ്ടം കൂടി നോക്കിയിട്ട് പോയാ പോരെ എന്നൊക്കെ മഞ്ജു അങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന മഞ്ജുവിനോട് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് മഞ്ജു ഈ പറയുന്നത്?
പറയുന്നത് ഇഷ്ടങ്ങൾ നമ്മൾ എങ്ങനെ അറിയാനാണ്, ഇനി നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പോലും കഴിയുന്നില്ല, ഉണ്ടല്ലേ നമ്മൾ അവനെ നേരിട്ട് കാണാനായി പോകുന്നത്. ഇപ്പൊ അവൻ നമ്മളെ കാണാത്ത ഭാവം നടിച്ചാലും നാണം കെടുത്തിയാലും നമ്മളങ്ങ് സഹിക്കും. അവൻ അന്യനല്ലല്ലോ, ഈ വീട്ടിലെ കുട്ടിയല്ലേ, എല്ലാം ഉൾക്കൊള്ളാൻ മനസ്സുള്ളവർ മാത്രം വന്നാൽ മതി. എന്തായാലും അച്ചുവിനെ കാണാൻ പോകാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു എന്നങ്ങനെ അർച്ചന പറയാണ്. അപ്പോഴാണ് പുറത്തുപോയി അനന്തൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവരും കൂടി നിൽക്കുന്നത് കണ്ട് അനന്തൻ ചോദിക്കുന്നുണ്ട്, എന്താണ് രാവിലെ തന്നെ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന എന്ന് ചോദിക്കുമ്പോ ഇന്നു പറയുന്നുണ്ട്, അനന്തൻ മാമ നമ്മള് കുഞ്ഞമ്മാവനെ കാണാൻ പോവുകയാണെന്ന് പറയുമ്പോ അനന്തൻ പറയുന്നുണ്ട്, ആ ചേച്ചി ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു, ഇപ്പോഴാണ് അവനെ കാണാൻ പോകുന്നത്, അതുമാത്രം തീരുമാനിച്ചാൽ മതിയല്ലോ എന്ന് പറയുമ്പോ ചിന്നു പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾ രണ്ടുപേരും നാളെ തന്നെ ഓഫീസിൽ നിന്ന് ലീവ് എടുക്ക്, നമുക്ക് അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ കുഞ്ഞമ്മാവനെ കാണാൻ പോവാലോ എന്ന് പറയാണ്. അച്ഛനപ്പ പറയുന്നുണ്ട്, ലീവ് എടുക്കേണ്ടത് എപ്പോഴാന്ന് ഞാൻ പറയാം. പോട്ടെ അനന്ത, നീ രാവിലെ തന്നെ എങ്ങോട്ടേക്ക് പോയതാണെന്ന് ചോദിക്കുമ്പോ അനന്തൻ പറയുന്നുണ്ട്, US-ൽ നിന്ന് നോൺ സാർ എന്നെ വിളിച്ചിരുന്നു, നോൺ സാറിന്റെ വീട് ഇപ്പൊ ഒഴിഞ്ഞു കിടക്കുകയല്ലേ, അതിന്റെ കണ്ടീഷനൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാൻ പറഞ്ഞിരുന്നു, അങ്ങനെ നോക്കാൻ പോയതാണെന്ന് പറയുമ്പോ മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, ആ വീട് 4-5 മാസമായിട്ട് ഒഴിഞ്ഞു കിടക്കുകയല്ലേ, നല്ലൊരു വാടകക്കാരെ കിട്ടാതെ അത് കൊടുക്കാനും പറ്റില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അച്ഛനെ ചോദിക്കുന്നുണ്ട്, അതിന് ആരെങ്കിലും വീട് വാടകയ്ക്ക് അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അനന്തൻ പറയാണ്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കെയർ ഓഫിലാണ് ആ വീട് വാടകയ്ക്ക് അന്വേഷിച്ചു വന്നിരിക്കുന്നത് എന്നങ്ങനെ അനന്തൻ പറയുമ്പോ അർച്ചനയും രമ്യയും മഞ്ജുവും എല്ലാവരും പറയുന്നുണ്ട്, നല്ലോണം ആലോചിച്ച് അയാളെ കുറിച്ച് അറിഞ്ഞിട്ട് മാത്രം വീട് വാടകയ്ക്ക് കൊടുത്താൽ മതി, ഇതിന് മുന്നേയുള്ള വാടകക്കാര് വന്നിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയതല്ലേ, അപ്പൊ പിന്നെ അന്വേഷിച്ച് അറിഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നൊക്കെ അവരങ്ങനെ പരസ്പരം പറയുന്നുണ്ട്. അച്ഛനപ്പോ വീണ്ടും അനന്തനോട് പറയുന്നുണ്ട്, ഇപ്രാവശ്യം വീട് കൊടുക്കുന്ന സമയത്ത് അയാളെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിട്ട് വാടകയ്ക്ക് കൊടുത്താൽ മതി, നോൺ സാറ് നമ്മളെ വിശ്വസിപ്പിച്ച് ഏൽപ്പിച്ച പ്രോപ്പർട്ടിയാണത്, അത് നമ്മളായിട്ട് നശിപ്പിക്കാൻ പാടില്ലെന്ന് അർച്ചന പറയുമ്പോ അനന്തൻ പറയുന്നുണ്ട്, ആ ചേച്ചി അന്വേഷിച്ചിട്ട് തന്നെ ഞാൻ കൊടുക്കൂ എന്ന് പറയാണ്. പിന്നീട് അർച്ചനയും ചിന്നും അകത്തേക്ക് പോവുകയാണ്. മഞ്ജു അനന്തനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കെയർ ഓഫിൽ വീട് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഒടുവിൽ നിങ്ങൾക്ക് കുറ്റം വരാതെ നോക്കണം അനന്തേട്ട എന്ന് പറയുമ്പോ അനന്തനാണെങ്കിൽ താക്കോല് മഞ്ജുവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് നീ അകത്തേക്ക് പോയെന്ന് പറയാണ്. മഞ്ജുവും രമ്യയും അപ്പൊ തന്നെ അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് അനന്തൻ മുകുന്ദനോട് പറയുന്നുണ്ട്, മുകുന്ദ ഇന്നൊരു വാടക പാർട്ടി കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്റെ കൂടെ വരാൻ സമയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട്, അതിനെന്താ, സയ്യാറിന്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തായാലും വില്ലേജ് ഓഫീസിലേക്ക് പോവാൻ നിൽക്കുകയല്ലേ, അപ്പൊ പിന്നെ അതുവഴി പോവാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ആ പുതിയ വാടകക്കാരെ കാണാൻ പോവാമെന്ന് തീരുമാനിക്കുകയാണ്. പിന്നീട് മഞ്ജു ആണെങ്കിൽ ആകെ പേടിച്ചു വരച്ചുകൊണ്ട് ഫോൺ എടുത്ത് വേഗം തന്നെ ആരും കാണാതെ രുക്കുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ട്രെയിനിങ് ക്യാമ്പിലേക്ക് അമ്പാട്ടിലുള്ളവരെല്ലാവരും കൂടി അച്ചുവിനെ കാണാൻ പോവുകയാണെന്ന കാര്യം രുക്കുവിനെ അറിയിക്കുകയാണ്. അത് കേട്ട് രുക്കുവും ആകെ പേടിക്കുന്നുണ്ട്. പിന്നീട് രുക്കു ആണെങ്കിൽ മഞ്ജുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ചേച്ചി പേടിക്കാതെ, ഇവര് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയിട്ടൊന്നുമില്ലല്ലോ, പോകുന്നതല്ലേ ഉള്ളൂ, പാട്ടുകാര് അച്ചുവിനെ കാണാൻ എപ്പോഴാണ് പോകുന്നതെന്ന് രുക്കു അങ്ങനെ ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എപ്പോഴാ പോകുന്നതെന്ന് അറിയില്ല, പക്ഷേ ഉടനെ തന്നെ പോകുമെന്ന് പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ചേച്ചി അവരെന്നാണ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നതെന്ന് എന്നെ വിളിച്ചു പറയണം, ചേച്ചി വിളിക്കുമ്പോ ചേച്ചിയുടെ കാര്യം ഞാൻ അച്ചുവിനോട് പറഞ്ഞോളാം, ചേച്ചി ടെൻഷൻ ആവണ്ട എന്ന് രുക്കു അങ്ങനെ പറയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, രുക്കു നീ ഉറപ്പായിട്ടും അച്ചുവിനോട് പറയണം, ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്ന ദിവസം യാത്ര പറയാനായി അച്ചു നീയും ഇങ്ങോട്ടേക്ക് വന്നത് അമ്പാട്ടിലുള്ളവരോട് പറയരുതെന്ന് നീ അച്ചുവിനോട് പ്രത്യേകമായി പറയണം, ഇവിടെയുള്ളവർ ആരെങ്കിലും അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തേട്ടൻ എന്നെ തല്ലിക്കൊല്ലും, ഇവിടുന്ന് പുറത്താക്കും ചെയ്യും എന്നൊക്കെ മഞ്ജു അങ്ങനെ പറയുമ്പോ രുക്കു ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ അടി വാങ്ങി സഹിച്ചുകൊണ്ട് എന്തിനാണ് ചേച്ചി അവിടെ നിൽക്കുന്നത്, ചേച്ചി എന്നെ കണ്ടു പഠിക്കേ, ഞാൻ കണ്ടോ അച്ചുവിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിയില്ലേ, ആ ധൈര്യം കാണിക്കേ എന്നൊക്കെ പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് ഇതിന് മാത്രം നിന്റെ അത്ര ധൈര്യമൊന്നുമില്ല, എന്തായാലും ഈ കാര്യം മറക്കാതെ ഒന്ന് അച്ചുവിനോട് പറയണേ എന്ന് മഞ്ജു അങ്ങനെ രുക്കുവിനോട് പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ശരി ചേച്ചി ഞാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്ര വരികയാണ്. ചന്ദ്ര എന്നിട്ട് രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, രുക്കു എന്തിനാണ് മഞ്ജു വിളിച്ചത് എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, നാട്ടിലെല്ലാവരും കൂടി അച്ചുവിനെ കാണാനായി ട്രെയിൻ ക്യാമ്പിലേക്ക് പോകുന്നു, അതിഞ്ഞിപ്പോ അവര് എങ്ങനെ പോയാലും ശരി അച്ചുവിനെ അവിടെ എത്തിയാൽ കാണാൻ പാടില്ല, അമ്പാട്ടുകാര് പോകുന്നത് പോലെ തന്നെ തിരിച്ചു മടങ്ങണം, അച്ചുവിനെ കാണാൻ അവർക്ക് ഇടവരരുത്, അതിനുവേണ്ടി എന്തേലും ചെയ്യണം ചേച്ചി എന്ന് രുക്കു അങ്ങനെ പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, അമ്പാട്ടുകാരെ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹം നടക്കില്ല, ജേട്ടനൊന്ന് വരട്ടെ, നമുക്കെല്ലാം ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാമെന്ന് ചന്ദ്ര അങ്ങനെ രുക്കുവിനോട് പറയാണ്. പിന്നീട് ഇതിന് മുകുന്ദനും കൂടി പുതിയ വാടകക്കാരെ കാണാനായി അവര് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ്. അവര് വരുന്നത് ഒരു റിസോർട്ടിലേക്കാണ്. അവിടെയാണ് JKയും ഉള്ളത്. JKക്ക് വേണ്ടിയാണ് മേനോൻ സാറിന്റെ വാടക വീട് നോക്കുന്നത്. എന്നിട്ട് മുകുന്ദനോട് പറയുന്നുണ്ട്, എനിക്ക് ഇയാളെ ഒന്നും അറിയില്ല, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജാൻസിന്റെ കെയർ ഓഫിലാണ് ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്, സുമേഷ് എന്നാണ് അയാളുടെ പേര് പറഞ്ഞത്, ഏതൊരു ഹോട്ടലിൽ അയാൾ റിസപ്ഷനിസ്റ്റ് ആണ്, ഇവിടെ വന്നാൽ അയാളെ കാണുമെന്നാണ് പറഞ്ഞത്. നിലം അനന്തൻ അങ്ങനെ പറയുമ്പോ മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, അയാളുടെ നമ്പർ ഉണ്ടോ എന്ന്. അനന്തനപ്പ പറയുന്നുണ്ട്, ആ ഉണ്ട്, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് സുമേഷിനെ വിളിക്കാനായി നിൽക്കുന്നതും സുമേഷ് അങ്ങോട്ടേക്ക് എത്തുകയാണ്.
പിന്നീട് അനന്തനും മുകുന്ദനും സുമേഷും പരിചയപ്പെടുന്നുണ്ട്. പിന്നീട് അവരങ്ങനെ വാടകയെക്കുറിച്ചും വാടകക്കാരെ കുറിച്ചും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുമേഷ് അപ്പൊ പറയുന്നുണ്ട്, എന്റെ കൂടെയുള്ള ഒരു സാറിന് വേണ്ടിയാണ് ഞാനിപ്പോ ഈ വീട് നോക്കുന്നത്. സാറിന് വിശാലമായ ഒരു ശല്യവുമില്ലാത്ത ഒരു സ്ഥലമാണ് വേണ്ടത്. അതിന് പറ്റിയ സ്ഥലം ആ വീടാണെന്ന് എനിക്ക് തോന്നി. സാർ എന്തായാലും ഇവിടെ തന്നെയുണ്ട്. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം സാറുമായി നേരിട്ട് സംസാരിച്ച് തീരുമാനിക്കാമെന്ന് സുമേഷ് അങ്ങനെ പറയാണ്. സുമേഷ് എന്നിട്ട് അനന്തനോട് പറയുന്നുണ്ട്, ഞാൻ സാറിനെ വിളിച്ചിട്ട് വരാം, നിങ്ങൾ ഇവിടെ നിൽക്കുന്ന പറഞ്ഞ് സുമേഷ് ജെക്കെ വിളിക്കാനായി പോവുകയാണ്. ജെക്കെ ആണെങ്കിൽ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സുമേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ജെക്കയോട് പറയുന്നുണ്ട്, ഞാനൊരു വാടക വീടിനെ കുറിച്ച് പറഞ്ഞില്ലേ, ആ വീട് വാടകയ്ക്ക് കൊടുക്കാൻ ചുമതലപ്പെടുത്തിയ 2 ആളുകൾ വന്നിട്ടുണ്ട്. സാർ അവരെ ഒന്ന് കണ്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ജെക്കെ പറയുന്നുണ്ട്, എനിക്ക് ആരെയും കാണണ്ട, ആരോട് സംസാരിക്കുകയും വേണ്ട, എല്ലാ കാര്യങ്ങളും താൻ തന്നെ സംസാരിച്ച് ഡീൽ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ സുമേഷ് പറയുന്നുണ്ട്, അയ്യോ സാറേ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഇത് വാടകയ്ക്ക് എടുക്കുന്നത് ഞാനല്ലല്ലോ, സാറല്ലേ, എനിക്ക് വേണ്ടിയല്ലല്ലോ, സാറിന് വേണ്ടിയല്ലേ. ഇതിന് ഇടയിലുള്ള ഒരു മീഡിയേറ്റർ മാത്രമാണ്. സാറാണ് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെ സുമേഷ് പറയുമ്പോൾ ജെക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ തന്നെ അവരോട് നേരിട്ട് സംസാരിക്കണമല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുമേഷ് അതേ എന്ന് പറയാണ്. ജെക്കെ അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് അനന്തനോടും മുകുന്ദനോടും വാടക വീടിനെ കുറിച്ച് സംസാരിക്കാനായി പോവാൻ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.